നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സൗജന്യ പ്രമേഹ നിർണയ ക്യാമ്പും നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിച്ച് നെല്ലിക്കുന്നം അരീക്കൽ ആയുർവേദ ആശുപത്രി. ഓടനാവട്ടം ലയൺസ് ക്ലബ്ബും കാരക്കോണം ദേവീസ് ക്യാൻസും തിരുവനന്തപുരം ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജും കൊല്ലം ജില്ലാ അന്ധതാ നിവാരണ നിയന്ത്രണ സൊസൈറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 1 മണി വരെയാണ് നടക്കുക. ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് MA അബ്ദുൽ വഹാബാണ്. ഡോക്ടർ NN മുരളി മുഖ്യപ്രഭാഷണം നടത്തിയ പരിപാടിയിൽ ഓടനാവട്ടം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഫ്രാൻസിസ് തങ്കമ്മ അധ്യക്ഷത വഹിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗജന്യമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പാണ്. ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ഓടനാവട്ടം ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ്. ഈ ഒരു ക്യാമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്യാമ്പിൻ്റെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്, അതിനൊപ്പം തന്നെയാണ് തിമിര ശസ്ത്രക്രിയ ക്യാമ്പ്, എല്ലാം സൗജന്യമായിട്ട് തന്നെയാണ് നമ്മൾ നടത്തുന്നത്. ആവശ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ തിമിര ശസ്ത്രക്രിയയും അവർക്ക് കൊണ്ടുപോകാനുള്ള ചിലവ്, തിരിച്ചു കൊണ്ടുപോകാനുള്ള ഫുഡ്, ഇതെല്ലാം തന്നെയാണെങ്കിൽ നമ്മളാണെങ്കിൽ 100% സൗജന്യമായിട്ടാണ് നടത്തുന്നത്. ഇത് നമുക്ക് ഒരുപാട് നമ്മുടെ നാട്ടിലെ രോഗികൾക്ക്, സാധാരണക്കാർക്ക് ഒക്കെ ആണെങ്കിൽ പ്രയോജനപ്പെടുന്നതാണ്. ഇതിനൊപ്പം തന്നെയാണെങ്കിൽ ഡയബറ്റീസ് ഡിറ്റക്ഷൻ ക്യാമ്പുണ്ട്. അതിനൊപ്പം തന്നെ BMD ക്യാമ്പ്, അതായത് അസ്ഥി ബലക്ഷയ പരിശോധന ക്യാമ്പും കൂടെ നമ്മൾ ഇതിനൊപ്പം നടത്തുന്നുണ്ട്. അപ്പം സാധാരണ നമ്മൾ ലയൺസ് ക്ലബ്ബ് ആദ്യം നടത്താത്ത ഒരു ക്യാമ്പാണ് അസ്ഥി ബല പരിശോധന. പക്ഷേ അതുകൂടെ നമ്മൾ ഇത്തവണത്തെ ക്യാമ്പിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേർക്കാണെങ്കിൽ അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് തേയ്മാനം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, അത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ഇതെല്ലാം പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ്. അപ്പോൾ ഒരു പരമാവധി ഇത്തരം ക്യാമ്പുകൾ പ്രയോജനപ്പെടുത്തുക. 100 മില്യൺ ആളുകൾ ഇപ്പോൾ ഡയബറ്റീസോടെയാണ് ജീവിക്കുന്നത്. അതിനെ മാക്സിമം അവയർനെസ് കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നടത്തുന്ന ക്യാമ്പുകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഓടനാവട്ടം ലയൺസ് ക്ലബ്ബാണ്. അതിൻ്റെ പ്രസിഡൻറ്റ് ലയൺ ഫ്രാൻസിസ് തങ്കം അദ്ദേഹം ഇവിടെയുണ്ട്. ബാക്കി അതിൻ്റെ പ്രവർത്തകർ എല്ലാവരും ഇവിടെയുണ്ട്. അവരാണ് ഇന്ന് മുൻകൈയെടുത്ത് ദേവി സ്കാൻസ് ആൻഡ് ലബോറട്ടറീസിനോട് ചേർന്നിട്ടാണ് ഡയബറ്റീസ് ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മളിങ്ങനെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. നവംബർ 14 നമ്മൾ 18ഓളം KSRTC സ്റ്റേഷൻസിൽ, അതേപോലെ തന്നെ 47 പബ്ലിക് പ്ലേസസിലും നമ്മൾ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഏകദേശം 10,000-ൽ പരം ആളുകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ ത്രൂ ഔട്ട് ലോകം മുഴുക്കെ 220 രാജ്യങ്ങളിലും നമ്മളിങ്ങനെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് ഡയബറ്റീസാണ്, റിലീവിങ് ഹങ്കറുണ്ട്, വിഷനുണ്ട്, യൂത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഏകദേശം 8ഓളം ഏരിയാസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ ഏറ്റവും പ്രധാന പദ്ധതികളാണ് ഡയബറ്റിക്കും വിഷൻ്റെ നേത്രരോഗ ചികിത്സാ പദ്ധതികളും. നമ്മൾ ഇതുവരെ ഈ ഹരിപ്പാട് മുതൽ പാറശാലയിലുള്ള 160 ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഡയബറ്റിക് ക്യാമ്പും അതിനോടൊപ്പം തന്നെ നേത്ര പരിശോധന ക്യാമ്പുകളൊക്കെ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ അരീക്കൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഓടനാവട്ടം ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് 100ാമത്തെ ഐ ക്യാമ്പാണ് ഇത് നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ അസ്ഥിരോഗ നിർണയ ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷൻ്റെ സംബന്ധിച്ച് ഇത്തരം ക്യാമ്പുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പാവപ്പെട്ട രോഗികളെ നമ്മളുമായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്ന 10 ഹോസ്പിറ്റൽ, അത് പ്രധാന ഹോസ്പിറ്റലാണ് കാരക്കോണം മെഡിക്കൽ കോളേജ്. ആ കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഇവിടെ ഈ നിർണയ ക്യാമ്പ് നടത്തുന്നത്. ഇവിടെ വന്ന് പരിശോധിക്കുന്ന രോഗികളിൽ നിന്നും അവർക്ക് തിമിരത്തിൻ്റെ സർജറി വേണമെങ്കിൽ അവർ ഇന്ന് തന്നെ ഇത് കൊണ്ടുപോയി കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവരെ ഇതിൻ്റെ സർജറി ചെയ്ത് സുഖപ്പെടുത്തി തന്നെ തിരിച്ച് അവരുടെ ചിലവിൽ തന്നെ ഇവിടെ കൊണ്ടെത്തിക്കും. മാത്രമല്ല, ഇതുവരെ നമ്മൾ 100 ക്യാമ്പുകളിലായിട്ട് ഏകദേശം 10,000-ന് മുകളിലുള്ള രോഗികളെ നമ്മൾ പരിശോധിക്കുകയും 1356 പേരുടെ സർജറി ഇതുവരെ ചെയ്യുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നമ്മുടെ ലയൺസ് ഇൻ്റർനാഷണലെ സംബന്ധിച്ച് 318A എന്ന ഡിസ്ട്രിക്റ്റിൽ ഒട്ടനവധി പദ്ധതികൾ നടപ്പിൽ വരുന്നുണ്ട്. അതിൻ്റെ ഈ വർഷം ഈ ഡിസ്ട്രിക്ട് ഗവൺമെൻറ്റിലെ ഏറ്റവും പ്രധാന പദ്ധതിയാണ് പാവപ്പെട്ടവർക്ക് 100 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക. അതിൻ്റെ ഏകദേശ പണികൾ ഈ അടുത്ത മാസം തന്നെ ആരംഭിക്കും. ഒട്ടനവധി പദ്ധതികളുണ്ട്. RCCയിൽ എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ഒട്ടനവധി പദ്ധതികളുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, നമ്മുടെ ആഹാര രീതി അല്ലെങ്കിൽ ജീവിതശൈലിയാണ് പല രോഗത്തിലേക്ക് നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യസമയത്തിന് ആഹാരം കഴിക്കുക. അതിൽ ഏറ്റവും പ്രധാനം വെച്ച് കഴിഞ്ഞാൽ
സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കുന്നതാണ്. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുക, പകല് കണ്ണ് കാണുന്ന പക്ഷികളെ മൃഗങ്ങളെ ഒന്നും സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കത്തില്ല. മനുഷ്യൻ മാത്രമാണ് സന്ധ്യയ്ക്ക് ശേഷം ആഹാരം കഴിക്കുക. അപ്പോൾ നേരത്തെ ആഹാരം കഴിക്കുക, അത് വളരെ പ്രധാനമാണ്. പിന്നീട് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്ന രാത്രി കഴിക്കുക, അത്താഴം അത്തിപ്പഴത്തുള്ള ഒന്നാണ്. ലൈറ്റ് ഫുഡ് വേണം നമ്മൾ രാത്രിയിൽ കഴിക്കാൻ. രാത്രി ഹെവി ഫുഡ് കഴിക്കുക, ചോറ് കഴിക്കുക, അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, ഒരു പൂ വിരിയുന്നതിന് സമയമുണ്ട്. അപ്പോൾ പകല് കണ്ണു കാണുന്ന ജീവികളുടെ എല്ലാം ഡൈജഷൻ മെറ്റബോളിസം ഒക്കെ സൂര്യൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സൂര്യൻ ഉച്ചസ്ഥായി നിൽക്കുന്ന ഉച്ചയ്ക്കായിരിക്കും നമുക്ക് നല്ല ഡൈജഷൻ ഉള്ളത്. ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാം. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞാൽ തന്നെയാണെങ്കിൽ സൂര്യൻ അസ്തമിച്ചു തുടങ്ങും. പിന്നെ ലൈറ്റ് ഫുഡേ കഴിക്കാവും. അതുപോലെ രാത്രിയിൽ നോൺ വെജൊക്കെ പരമാവധി ഒഴിവാക്കുക. ലൈറ്റ് ഫുഡ് വേണം രാത്രിയിൽ കഴിക്കാൻ. അതേപോലെ തന്നെയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതാണ്, വേവിച്ച സാധനങ്ങൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ട് വീണ്ടും ഉപയോഗിക്കുന്നതാണ് പല രോഗത്തിലേക്ക് നയിക്കുന്നത്. അത് ഒഴിവാക്കേണ്ടതാണ്. വേവിച്ച ഒരു സാധനം ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കാൻ പാടില്ല. ചോറ് ചൂടാക്കി ഉപയോഗിക്കുന്നത്, തിളപ്പിച്ചൂറ്റി കഴിക്കുന്നത്, ഇതെല്ലാം ഒഴിവാക്കുക. ഏത് ആഹാരവും പാചകം ചെയ്ത് 3 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ല് മാറും, അത് കേടായി. അത് പിന്നെ ഏത് രീതിയിലും ഉപയോഗിക്കരുത്. ഉച്ചയ്ക്ക് പാചകം ചെയ്ത ഭക്ഷണങ്ങളോ കറികളോ പോലും രാത്രി കഴിക്കരുത്. അതേപോലെ അമിതമായിട്ടുള്ള എരിവ്, പുളി, അച്ചാറ് ഇതൊക്കെ ഒഴിവാക്കുക. എണ്ണപ്പലഹാരങ്ങളെ, ബേക്കറി സാധനങ്ങളെ ഇതെല്ലാം ഒഴിവാക്കുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുളിക്കുന്ന സമയം. ഉച്ചയ്ക്ക് കുളിക്കുക, രാത്രി തല കുളിക്കുക. ഇതൊക്കെയാണെങ്കിൽ നീരിളക്കത്തിലേക്ക് നയിക്കും. അതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഒരു ടൈം ടേബിൾ ഉണ്ടാവണം. രാത്രി നേരത്തെ കിടക്കുക. ഉറക്കം വന്നാലും ഉറക്കം വന്നില്ലെങ്കിലും ഒരു 9 മണിയാകുമ്പോൾ കിടക്കണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. ഇതും വളരെ പ്രധാനമാണ്. നമ്മൾ പൂർണ്ണമായി പ്രയോജനപ്പെടും. നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് എത്തണമെന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് ഈ ഗ്രാമത്തിൽ ഞങ്ങൾ ഇത് കൊണ്ടുവന്നത്. അത് എത്രത്തോളം പ്രയോജനപ്പെടുന്ന നമ്മുടെ ജനങ്ങൾ ആണ് ഒരു കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് ഏറ്റെടുത്ത് കടന്നു വരുന്ന, അതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഇത് ഞങ്ങൾക്കൂടെ അതിന്റെ അവകാശമുണ്ട്, ഞങ്ങൾക്കൂടെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് കടന്നു വരുമ്പോൾ അതാണ് ഏറ്റവും വലിയ വിജയം. കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. കാരണം പൂർണ്ണമായി എല്ലാം സൗജന്യമായി നൽകപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ന് തന്നെ തീരുമാനിച്ച് ആർക്കൊക്കെ വിഷൻ ആവശ്യമുണ്ടോ, ആർക്കൊക്കെ തിമിര ശസ്ത്രക്രിയയുണ്ടോ, അവർക്ക് പൂർണ്ണമായ രീതിയിൽ പൂർണ്ണ സൗജന്യത്തോടെ ചെയ്തു കൊടുക്കപ്പെടും. കാരണം 40,000 രൂപ വരെ ചെലവുള്ള ടെസ്റ്റുകളാണ്. ബോൺ എന്ന് പറയുന്നത്, ബോൺ നമുക്ക് തേയ്മാനമുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ശരീരത്തിനുള്ളിൽ എവിടെയാണ് തേയ്മാനമുള്ളത്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടത്തുവാൻ ഇങ്ങനൊരു സാഹചര്യം, സന്ദർഭങ്ങൾ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമായി നമ്മൾ കരുതണം. ഓടനാവട്ടം ലയൺസ് ക്ലബിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ്. ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും. ഒരു കൂട്ടം ജനങ്ങൾ, 35ഓളം കുടുംബങ്ങൾ ചേർന്ന ഒരു ക്ലബ്ബാണ് ഓടനാവട്ടം ലയൺസ് ക്ലബ്ബ്. അത് ഓരോരുത്തരും മികച്ച നല്ല ബുദ്ധിയും ജ്ഞാനമുള്ളവരാണ്. കാരണം എന്ത് ചെയ്യണം, ജനങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം വെച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും മുഖ്യമായ രീതിയിൽ നമ്മുടെ ഗവർണർ വഹാബ് സാറിന്റെ തീരുമാനം. അതേപോലെയാണ് ഓരോരുത്തരും ഇത്രയും തിരക്കുള്ള ഈ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നത് ഈ ഗ്രാമത്തിലൂടെ സന്ദേശം എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ്. ലയൺസ് ക്ലബ് ഓടനാവട്ടത്തിന്റെ സൗജന്യ പ്രമേഹ നിർണയ ക്യാമ്പും നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും അതിനോടൊപ്പം തന്നെയാണെങ്കിൽ BMD ടെസ്റ്റ്, അതായത് അസ്ഥി ബലക്ഷയ ടെസ്റ്റും ഈ ഒരു അവസരത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. അതിനുമ്പ് 1-2 വാക്കുകളോട് ലയൺസ് ക്ലബ് ആണെങ്കിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, സൗജന്യമായിട്ട് ചെയ്യുന്ന ക്യാമ്പുകൾ, യഥാർത്ഥം എനിക്ക് തോന്നുന്നു ഈ വർഷം തന്നെ ഏതാണ്ട് 1600 പേർക്കാണെങ്കിൽ നമ്മൾ തിമിര ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ആണെങ്കിൽ ഡയബറ്റിക്സ് ഡിറ്റക്ഷൻ ക്യാമ്പുകൾ, ഇതൊക്കെയാണെങ്കിൽ ലയൺസ് ക്ലബ് ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ ആണെങ്കിൽ ഏതാണ്ട് 100 പേർക്ക് ഈ വർഷം തന്നെയാണെങ്കിൽ വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വഹാബ് സാറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമൂഹത്തിന് വേണ്ട എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതാണ് ലയൺസ് ക്ലബ്. അതിൽ തന്നെ ഓടനാവട്ടം ലയൺസ് ക്ലബ് താരതമ്യേന പുതിയതാണെങ്കിൽ പോലും ഒരു പുതിയ ക്ലബിന്റെ ബാലാരിഷ്ടകൾ ഇല്ലാതെ തന്നെയാണെങ്കിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ചെയ്യുന്നതിനാണ്. ഈ വർഷമാണെങ്കിൽ തിമിര ശസ്ത്രക്രിയ നേത്ര പരിശോധന ക്യാമ്പും അതിനൊപ്പം തന്നെയാണെങ്കിൽ ഇത്തവണ BMD, അതായത് അസ്ഥി ബലക്ഷയ നിർണയ ക്യാമ്പും കൂടെ ഇതിനൊപ്പം നടത്തുന്നുണ്ട്. പലപ്പോഴും നമുക്ക് പുതിയതായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം
നമ്മളധികം ലയൺസ് ക്ലബ്ബിൽ ചെയ്തിട്ടില്ലാത്ത ഒന്നാണ് BMD ടെസ്റ്റ്. അതുകൂടെ ഇത്തവണത്തെ ക്യാമ്പിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത്രയധികം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഞങ്ങളുടെ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ഫ്രാൻസിസ് തങ്കമ്മയാണ്. വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള പ്രസിഡന്റാണ് നമുക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ പേരിലും ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേരിലും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊട്ടാരക്കരക്കാരുടെ സുപരിചിതമായിട്ടുള്ള മുഖമാണ്. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതാണ് വെളിയം പോയിട്ട് സാറും മുരളി സാറും ഒക്കെയാണ്. സാറിൻ്റെ 2 മക്കളും എൻ്റെ കൂടെ പഠിച്ചതാണ്, വെണ്ടാറ്റ് പഠിച്ചതാണ്. ഇത് കൂടാതെ ആണെങ്കിൽ സാറിൻ്റെ കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഏറ്റവും കൂടുതൽ ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുള്ളതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് നമ്മുടെ മുരളി സാറിനാണ്. അത് നമ്മൾ കൊട്ടാരക്കാർക്ക് ഒരു അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും ഞങ്ങളുടെ ഉദ്ഘാടനമായിട്ടാണെങ്കിൽ ഞങ്ങളൊക്കെ ആണെങ്കിൽ ചർച്ച ചെയ്തപ്പോഴാണെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ട് വേണം സാറിനെ തന്നെ കിട്ടണമെന്നുള്ളതാണ്. സാറിനെ തന്നെ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാറിൻ്റെ സമയം, വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാറിനെ ആണെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേരിലും ലയൺസ് ക്ലബിൻ്റെ പേരിലും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ഡയബറ്റീസിൻ്റെ PMJF ലയൺ അഡ്വക്കേറ്റ് RV ബിജുവിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയത്തക്കയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിൽ നമ്മുടെ ഡയബറ്റിക്സിൻ്റെ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ എല്ലാ KSRTC ബസ് സ്റ്റാൻഡുകളിലും ആണെങ്കിൽ ഡയബറ്റിക്സിൻ്റെ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇത് കൂടാതെയാണെങ്കിൽ വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഏത് പ്രവർത്തനത്തിൻ്റെ അകത്ത് സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ലയൺസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് എൻ്റെ പേരിൽ ഒരു പ്രോഗ്രാമിൻ്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അതിനുശേഷം പ്രിൻസിപ്പൽ സെക്രട്ടറി വിഷൻ MGF ലയൺ പ്രസാദ് അമ്പാടി കുറേ വർഷങ്ങളായിട്ട് തന്നെയാണെങ്കിൽ ഇത്തരം പ്രവർത്തനത്തിനകത്തുകൊണ്ട് വിഷന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ തിമിര ശസ്ത്രക്രിയ ആണെങ്കിൽ 100% സൗജന്യമാണ് എന്ന് മാത്രമല്ല അവർക്ക് കൊണ്ടുപോകുന്ന ചെലവ്, അവരുടെ ഫുഡിൻ്റെ ചെലവ്, തിരിച്ചു കൊണ്ടുവരുന്ന ചെലവ്, ഇതെല്ലാം അടക്കമാണെങ്കിൽ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്കും അല്ലാത്തവർക്കും എല്ലാ രോഗികൾക്കും പ്രയോജനപ്പെടുന്നതാണ്. അതിന് ചുക്കാൻ പിടിക്കുന്ന ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ചുക്കാൻ പിടിക്കുന്ന MGF ലയൺ പ്രസാദ് അമ്പാടി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് എൻ്റെ പേരിൽ പ്രോഗ്രാമിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങളുടെ റീജിയൻ ചെയർപേഴ്സൺ കോശി ജോർജ് സാർ എല്ലാ പ്രവർത്തനങ്ങളും വളരെ അടുക്കും ചിട്ടയോടും കൂടി വളരെ ചിട്ടയായിട്ടാണെങ്കിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ ആണെങ്കിൽ RC ആണെങ്കിൽ വളരെ മനോഹരമായിട്ട് നയിക്കുന്ന അദ്ദേഹത്തിന് എൻ്റെ പേരിലും ഈ ഒരു ക്ലബിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നീട് സോൺ ചെയർപേഴ്സൺ എസ് മനോഹരൻ സാറ് തന്നെയാണ് ഞങ്ങളുടെ ഓടനാവട്ടത്തെ ലയൺസ് ക്ലബിൻ്റെ മുഖമുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം തന്നെയായിരുന്നു ഞങ്ങളുടെ ചാർട്ടേഡ് പ്രസിഡന്റ് കൂടിയാണെങ്കിൽ. മാത്രമല്ല നമ്മുടെ എന്ത് ആവശ്യത്തിനും എന്ത് കാര്യത്തിനുമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗൈഡ് ലൈൻസ് വളരെ പ്രധാനപ്പെട്ടാണ്. എല്ലാ ആവശ്യത്തിനും നിൽക്കുന്ന അദ്ദേഹത്തിന് എൻ്റെ പേരിൽ ഒരു പ്രോഗ്രാമിൻ്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അതിനുശേഷം ഞങ്ങളുടെ ലയൺസ് ക്ലബ് സെക്രട്ടറി MB സുഭാഷ് കുമാർ ഞങ്ങളുടെ പുതിയ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ പ്രസിഡന്റിനോടൊപ്പം ആണെങ്കിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിനും എൻ്റെ ഈ പേരിലും പ്രോഗ്രാമിൻ്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്ന ഡോക്ടർ സ്മിത്ത് കുമാർ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ, ഉദ്ഘാടനം ചെയ്യാനായി എത്താമെന്നേറ്റിരുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ MA അബ്ദുൽ വഹാബ് അവരുടെ, MJF അഡ്വക്കേറ്റ് RV ബിജു, MJF പ്രസാദ് അമ്പാടി, ലയൺ കോശി ജോർജ്, ലയൺ മനോഹരൻ, ലയൺ MB സുഭാഷ് കുമാർ, ഇവിടെ കൂടിയിരിക്കുന്ന സ്നേഹമുള്ളവരെ, ലയൺസ് ക്ലബ് അംഗങ്ങളെ, നാട്ടുകാരെ, അരീക്കൽ ആയുർവേദ ആശുപത്രിയും കാരക്കോണം ഡോക്ടർ സോമർവൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജും ഹെവി സ്കാൻസ് എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഈ ഡയബറ്റിക് ഡിറ്റക്ഷൻ ക്യാമ്പിലും അന്ധത നിവാരണ ക്യാമ്പിലും എത്തിച്ചേരാൻ സാധിച്ചത് ഒരു ഈശ്വരാധീനമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞ പരിചയമില്ലാത്ത അധികം മുഖങ്ങളൊന്നും എനിക്കില്ല, നാട്ടുകാരനല്ലേ. അതുകൊണ്ട് തന്നെ വേറൊരു പ്രസക്തി ഉള്ളത്, ലയൺസ് ക്ലബ് അംഗങ്ങൾക്കുള്ള ഒരു വലിയ സംഗതി എനിക്കിവിടെ എടുത്തു പറയാനുള്ളത്,
ലയൺസ് ക്ലബിൻ്റെ ഒരു അംഗമെന്നുള്ള നിലയിൽ എനിക്കും കൂടെ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണിത്. ലോകത്ത് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു സംഭവം പറയാം. ലോകത്ത് ഓരോ വർഷവും ഏതാണ്ട് 50,000-ത്തിലധികം ക്ലബ്ബുകളുണ്ട്, ലയൺസ് ക്ലബ്ബുകളുണ്ട്. ഒരു ക്ലബ്ബ് ഒരു പ്രാവശ്യമെങ്കിലും ഒരു വർഷം ക്യാമ്പുകൾ നടത്തും. പക്ഷെ നമ്മുടെ കേരളത്തിൽ പോലും പാലക്കാട് പല മാസം തോറും ക്യാമ്പുകൾ നടത്തുന്ന ക്ലബ്ബുകളുമുണ്ട്. എങ്ങനെ നോക്കിയാലും ഏറെക്കുറെ 50,000 ക്ലബ്ബുകളിൽ നിന്ന് 50 പേരെയെങ്കിലും കാറ്ററാക്ട് സർജറിക്കായിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തെമ്പാടും. അതിൻ്റെ വിസ്തൃതി, അതിൻ്റെ ഇത് മനസ്സിലാക്കണം നിങ്ങൾ. ഈ കാറ്ററാക്ട് സർജറിക്ക് ഏകദേശം 25,000 രൂപയാണ് ചിലവ്. ഈ ചിലവെല്ലാം ലയൺസ് ക്ലബ്ബാണ് നിർവഹിക്കുന്നത്. ഈ സംഭാവനകളൊന്നും നാട്ടിൽ നിന്ന് പിരിച്ചൊന്നുമല്ല, ലയൺസ് അംഗങ്ങൾ തന്നെ കയ്യിൽ നിന്ന് അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്ത രൂപയാണ്. എനിക്ക് 2014 ടൊറൻറ്റോയിൽ വെച്ച് നടന്ന ഒരു മീറ്റിങ്ങിൽ അന്നത്തെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ജോ പ്രസ്റ്റൺ, ഒരു അമേരിക്കക്കാരൻ പറഞ്ഞ, അതിൻ്റെ പ്രസിഡന്റാണ്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഞങ്ങളൊരു 17 പേരുടെ ഒരു മീറ്റിംഗ് നടത്തുമായിരുന്നു. അദ്ദേഹം അതിൽ പങ്കെടുത്തുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് 2 കണ്ണും ദാനം ചെയ്യാൻ, ഇന്ന് 2 കണ്ണും ദാനം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട മട്ട് കാണിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു. 17 പേരും കൈപൊക്കിയില്ല. അപ്പോൾ അദ്ദേഹം അടുത്ത ചോദ്യം ചോദിച്ചു, 1 കണ്ണ് ദാനം ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ കൈപൊക്കാൻ പറഞ്ഞു. പൊക്കിയില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് ഇന്നത്തെ മനസ്ഥിതി. കുറ്റപ്പെടുത്തുകയല്ല, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതേസമയം നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാൻ തയ്യാറുള്ളവർ കൈവക്കാൻ പറഞ്ഞു. നിങ്ങളെല്ലാവരും 17 പേരും കൈവക്കി. അദ്ദേഹം ചിരിച്ചുകൊണ്ട്, ഇതാണ് നമ്മൾ ചെയ്യുന്ന വലിയൊരു പ്രവൃത്തി. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ലോകത്തെ എത്രയോ ആൾക്കാർ കണ്ണിന് കാഴ്ചയില്ലാതെ ജന്മാന്തരായി, അല്ലെങ്കിൽ ജനിച്ച് കാണാൻ സാധിച്ചു, പിന്നെ കാഴ്ച നഷ്ടപ്പെട്ടവരായി കോടിക്കണക്കിന് ആൾക്കാരുണ്ടെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. കോടിക്കണക്കിനാണ്, 1-2 ഇവൻ വലിയ ഡെവലപ്മെൻ്റ് ഉള്ള ജപ്പാനിൽ പോലും പോയപ്പോഴും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാണ് എത്രയോ പേരെ വടിയിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്, പട്ടികളെ കൊണ്ട് നടക്കുന്നു അന്ധതയ്ക്ക് വഴികാട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത്, അത്തരത്തിലുള്ളവർക്ക് ഒരാൾക്കെങ്കിലും കാഴ്ചശക്തി വീണ്ടും കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് സാമ്പത്തികമായി ചെയ്യാൻ പറ്റുന്ന സഹായമാണ്. അങ്ങനെയാണ് MJF എന്ന് പറഞ്ഞ മെൽവിൻ ജോൺസ് ഫെലോ അല്ലെങ്കിൽ PMJF ഒക്കെ കൂടുതലായിട്ട് പ്രചാരത്തിൽ വന്നത്. നമ്മുടെ ജീവിത രീതി പോലെ തന്നെ നമ്മുടെ ശാരീരികമായ ആരോഗ്യം സൂക്ഷിക്കുന്നത് പോലെ തന്നെ മാനസികമായ ആരോഗ്യം കൂടെ മെച്ചപ്പെടുത്താനുള്ള ഉപാധികൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അതിനുപരിയായിട്ട് ആധ്യാത്മികമായ ഒരു ചിന്താഗതിയും കൂടെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഈ കഴിഞ്ഞ 54 വർഷത്തെ സേവനത്തിനകത്ത് നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ശാരീരികവും മാനസികവും ആധ്യാത്മികവും കൂടെ ചേർന്ന ഒരു എന്താണ് അതിന് പറയുക, ഒരു കോമ്പിനേഷൻ, അത്തരത്തിലുള്ള ഒരു ചികിത്സാ പദ്ധതി നമ്മുടെ നാട്ടിലേക്ക് വരുവാൻ ഇടയാകട്ടെ. അതിന് ഈ അരീക്കൽ ആശുപത്രിയും കൂടെ ഒരു കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് ഇത് നടത്തിയതായിട്ടുള്ള എല്ലാവരോടും, പ്രത്യേകിച്ച് ഇത് മാധ്യമപ്രവർത്തകരോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ലയൺസ് ക്ലബിൻ്റെ ഗവർണർ MA അബ്ദുൽ വഹാബിൻ്റെ സ്നേഹത്തോടു കൂടി ഈ ഒരു കർമ്മം ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയാണ് ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ. എവിടെയാണോ ഒരു ആവശ്യം, ആ ആവശ്യം കണ്ടെത്തി ചെയ്യുക എന്നുള്ളതാണ് ഓരോ ലയൺസ് ക്ലബ്ബും ഓരോ ലയൺസ് വോളണ്ടിയറും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ നടക്കുന്ന 2 ക്യാമ്പുകളാണ്, ഡയബറ്റീസിൻ്റെയും വിഷൻ്റെയും. നമുക്കറിയാം, ഡയബറ്റീസ് ലോകത്തിലെ ഏറ്റവും ജനങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണ് ഡയബറ്റീസ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് 2 പേരിൽ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെന്നുള്ളതാണ്. അതിനെ മാക്സിമം അവയർനെസ്സിലൂടെയും ക്യാമ്പുകളിലൂടെയും ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡയബറ്റീസ് ക്യാമ്പുകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 14 വേൾഡ് ഡയബറ്റീസ് ഡേ ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയൊരു ക്യാമ്പയിനിങ് ആണ് വേൾഡ് ഡയബറ്റീസ് ഡേയിൽ നടക്കുന്നത്. അന്നത്തെ കണക്കനുസരിച്ച് 800 മില്യൺ ആളുകൾ ഇന്ന് ജീവിക്കുന്നത് ലോകം മുഴുക്കെ ഡയബറ്റീസോട് കൂടിയാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് നേരത്തെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അതും ഇവിടെ വെച്ച് തന്നെയായിരുന്നു ഒരു ആയുർവേദ ഡേയിൽ
ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ വന്ന സമയത്ത് നമ്മൾ മിനിസ്റ്റർ റിക്വസ്റ്റ് ചെയ്തു എല്ലാ KSRTC സ്റ്റാൻഡുകളിലും നമുക്ക് ക്യാമ്പ് നടത്താനുള്ള പെർമിഷൻ. അദ്ദേഹം വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ എ വീക്ക് നമുക്കൊരു ഓർഡർ ഇഷ്യൂ ചെയ്യും. നമ്മൾ പാറശാല മുതൽ ഹരിപ്പാട് വരെയുള്ള KSRTC സ്റ്റേഷൻസിൽ ഡ്രൈവേഴ്സിനും അതേപോലെ തന്നെ അവിടുത്തെ ജീവനക്കാർക്കും പബ്ലിക്കിനും വേണ്ടിയിട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം ഓരോ ഡ്രൈവറുടെയും ആരോഗ്യം സമൂഹത്തിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. അതായത് നമ്മളവിടെ KSRTCയുമായി ചേർന്ന് ക്യാമ്പ് നടത്താനുള്ള കാരണം. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് 47 സെൻറ്റേഴ്സ് ചെയ്യാൻ പറ്റി, KSRTC സ്റ്റേഷൻസിലും പബ്ലിക് പ്ലേസസിലും ഒക്കെ ആയിട്ട്. അതിനെ സഹായിച്ചവരെല്ലാവരുമാണ്, എല്ലാ ക്ലബ്ബുകാരും, എല്ലാ RC-മാരും SLC-മാരും ഒക്കെ ഞാൻ ലാബുകളെ സെറ്റ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട്, വളരെ നന്നായിട്ട് ഏകദേശം 10,000-ഓളം പേർക്ക് ഗുണമുള്ള രീതിയിൽ ക്യാമ്പ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഓടനാവട്ടം ലയൺസ് ക്ലബ്ബാണ്. സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന, വളരെ നന്നായി പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് ഓടനാവട്ടം ലയൺസ് ക്ലബ്ബ്. അതിൻ്റെ പ്രസിഡന്റ് വളരെ ആക്റ്റീവാണ്, സെക്രട്ടറി വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു, ചാർട്ടർ പ്രസിഡന്റ് പ്രിൻസിപ്പൽ ചെയർപേഴ്സണും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെയും ഡോക്ടർ സ്മിത് കുമാറിൻ്റെ ഒക്കെ ലീഡർഷിപ്പിൽ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ച് നമ്മുടെ ലയൺസവും അതേപോലെ സാമൂഹിക പ്രതിബദ്ധതയോടെ നമ്മുടെ കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യാൻ വളരെ ഉത്തരവാദിത്തം പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. ഈ ക്യാമ്പിനെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും ദീർഘമായി സംസാരിച്ചു, അതിലേക്ക് കടക്കുന്നില്ല. ഈ വർഷം 5 മാസമായിട്ടുള്ളൂ നമ്മൾ ഈ ക്യാമ്പുകൾ ഹരിപ്പാട് മുതൽ പാറശാല വരെയുള്ള ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഇത് 100ാമത്തെ ക്യാമ്പാണ്. ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഈ കേരളത്തിലെ പ്രമുഖരായ 10 ഐ ഹോസ്പിറ്റലുമായി ധാരണ നീങ്ങി. അതിൽ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് കാരക്കുളം മെഡിക്കൽ കോളേജ്. ഇന്ന് ഇവിടെ കാരക്കുളം മെഡിക്കൽ കോളേജിൻ്റെ നേതൃത്വത്തിലാണ് ഐ ക്യാമ്പ് നടക്കുന്നത്. കൂടാതെ ഡയബറ്റിക് ക്യാമ്പ് നടക്കുന്നുണ്ട്, അസ്ഥിരോഗ നിർണയ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഇവിടെ ഇന്ന് നടക്കുന്ന ഈ ക്യാമ്പ് ഓടനാവട്ടം ലയൺസ് ക്ലബ്ബ്, അതായത് ലയൺസ് ഇന്റർനാഷണൽ റീജിയൻ 10ന്റെ ഭാഗമായിട്ടുള്ള ഓടനാവട്ടം ലയൺസ് ക്ലബ്ബും അഴീക്കൽ ആയുർവേദ ഹോസ്പിറ്റലും ബേബീസ് ക്യാൻസറും കാരക്കോണം ഡോക്ടർ സ്വർണവൽ ഹോസ്പിറ്റലുമായി ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഈ ക്യാമ്പും പ്രമേഹ നിർണയ ക്യാമ്പും അസ്ഥിരോഗ നിർണയ ക്യാമ്പുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ക്യാമ്പുകൾക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട്, എല്ലാ നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് 100ാമത്തെ ഐ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും ഹൃദ്യമായ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നത്. നന്ദി, നമസ്കാരം. ഇന്നിവിടെ ഈ ഡയബറ്റിക്കിനെ കുറിച്ചും വിഷൻ ഐ ക്യാമ്പിനെ കുറിച്ചും വിശദമായി തന്നെ എല്ലാവരും പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ ഡിസ്ട്രിക്റ്റിലെ, നമ്മളെ ഈ ഡിസ്ട്രിക്റ്റിലെ 2.5 ജില്ല, ആ ജില്ലയിലെ 100ാമത്തെ ക്യാമ്പാണിത്. ഈ ബാക്കി ഈ വർഷം 6 മാസം കൂടി ഉണ്ട്. ആ മാസത്തിൽ ഏകദേശം 10-200 ക്യാമ്പിൽ കൂടുതൽ നടത്തി എല്ലാ വർഷവും, ഒരു വർഷം നല്ല എല്ലാ വർഷവും നടത്തി വരികയാണ്. അതോടൊപ്പം ഇന്ന് ഈ അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിൽ വെച്ചത് ഇത് നടത്തുന്നതിന് വേണ്ടി അശ്രീണം പരിശ്രമിച്ച ഡോക്ടർ സ്മിത് കുമാർ സാറിന് വളരെയധികം നന്ദിയുണ്ട്. അതോടൊപ്പം ഈ അരീക്കൽ ആയുർവേദ കോളേജിന് നമ്മൾ മെഡിക്കൽ കോളേജായിട്ട് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെയധികം ആശംസയാണ് അദ്ദേഹത്തിന് അതിനുള്ളത്, നന്ദി അറിയിക്കുന്നു. ഓടനാവട്ടം ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പിൽ നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ക്യാമ്പിനെ കുറിച്ച് ഞാൻ കൂടുതലായൊന്നും പറഞ്ഞില്ല, കാരണം ഇവിടെ എല്ലാവരും വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. എനിക്ക് ആദ്യമായി നന്ദി പറയാനുള്ളത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തുകയും നമ്മുടെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ സാറിനാണ്. ഓടനാവട്ടം ലയൺസ് ക്ലബ്ബിൻ്റെ പേരിലുള്ള ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു.